നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. ഈ വർഷം ഏതൊക്കെ പ്രധാന ജർമ്മൻ കമ്പനികളാണ് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നത്? കഴിഞ്ഞ സമീപ മാസങ്ങളിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ പലതും പതിനായിരക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന വലിയ തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 തൊഴിലാളികളെ ബാധിക്കുന്ന ബിസിനസ്സുകളുടെ ഒരു സംഗ്രഹമാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ജർമ്മനിയിലെ തൊഴിൽ സുരക്ഷ. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കിടയിൽ വ്യാപകമായ ഉത്കണ്ഠയുടെ തെളിവുകളുണ്ട്. കൺസൾട്ടിംഗ് സ്ഥാപനമായ EY 2025 നവംബറിൽ നടത്തിയ സർവേ പ്രകാരം മൊത്തം 16% ജർമ്മൻകാരും ഇപ്പോൾ തങ്ങളുടെ ജോലികൾ വളരെ സുരക്ഷിതമല്ല അല്ലെങ്കിൽ ഏറെക്കുറെ സുരക്ഷിതമല്ല എന്നാണ് കരുതുന്നത്. 2009 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. ചെറുപ്പക്കാരായ തൊഴിലാളികളും താഴ്ന്ന വരുമാനക്കാരുമാണ് ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാണെന്നും സർവേ വെളിപ്പെടുത്തുന്നു. 35 വയസ്സിന് താഴെയുള്ളവരിൽ 21%, പ്രതിവർഷം 25,000 യൂറോയിൽ താഴെ വരുമാനമുള്ളവരിൽ 36% തങ്ങളുടെ ജോലിയെക്കുറിച്ച് ഭയപ്പെടുന്നു. 55 വയസ്സിന് മുകളിലുള്ളവരിൽ 10%, 70,000 യൂറോയിൽ കൂടുതൽ വരുമാനമുള്ളവരിൽ 8% ഇത് ഉൾപ്പെടുന്നുണ്ട്. ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തെ മികച്ച 100 കമ്പനികളിൽ ഏകദേശം 17,500 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടതായി EY റിപ്പോർട്ട് ചെയ്തു. സെപ്റ്റംബർ വരെയുള്ള ഒരു വർഷത്തിനിടെ ആകെ 48,800 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഓട്ടോമോട്ടീവ് വ്യവസായത്തിലാണ് അതായത് 6.3% കുറവുണ്ടായത്. മുന്നോട്ട് നോക്കുമ്പോൾ 2026 ആശ്വാസകരമായ ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്റ്റീൽ, വ്യോമ വ്യവസായം, മാധ്യമങ്ങൾ, ബാങ്കിംഗ്, റീറ്റെയിൽ എന്നിവയുൾപ്പെടെ നിരവധി വ്യവസായങ്ങളിൽ നിന്ന് പിരിച്ചുവിടൽ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കമ്പനികളെ ബന്ധിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് അവയിൽ പലതും വീട്ടുപേരുകളാണ്. അവയിൽ ഫോക്സ് വാഗൻ, ബോഷ്, ലുഫ്താൻസ, ആർടെൽ, അൽഡി, സൂഡ തുടങ്ങിയ ഭീമന്മാർ ഉൾപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രഖ്യാപിച്ച പിരിച്ചുവിടലുകളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട്. ആദ്യത്തേത് ഓട്ടോമോട്ടീവ് വ്യാവസായിക മേഖലയാണ്. ജർമ്മൻ ഓട്ടോമോട്ടീവ് വ്യാവസായിക മേഖല ഗണ്യമായ തൊഴിൽ വെട്ടിക്കുറവുകളുടെ ഒരു തരംഗത്തെ അഭിമുഖീകരിക്കുന്നു. 2025 അവസാനം മുതൽ നിരവധി ഗാർഹിക കമ്പനികൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കലുകൾ പ്രഖ്യാപിക്കുകയോ സമ്മതിക്കുകയോ ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ഓട്ടോ വിതരണക്കാരനായ ഓട്ടോവിയോ ലോകമെമ്പാടും 4,000 ജോലികൾ വരെ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഗ്രൂപ്പിലെ ജീവനക്കാരുടെ ഏകദേശം 5% വരുന്ന വെട്ടിക്കുറയ്ക്കൽ ജർമ്മനിയിലെ സൈറ്റുകളെയും മറ്റ് നിരവധി രാജ്യങ്ങളെയും ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് നിരവധി രാജ്യങ്ങളുടെയും ഓട്ടോമോട്ടീവ് കമ്പനികളും അടുത്തിടെ തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 130,000 പേരുള്ള ജർമ്മൻ തൊഴിലാളികൾ 35,000 ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതികൾ ഫോക്സ് വാഗൻ വെളിപ്പെടുത്തി. കഴിഞ്ഞ ജൂണിൽ പ്രാരംഭ റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും യൂണിയൻ IG മെറ്റലുമായി സെപ്റ്റംബറിലും നവംബറിലും ഇടയിൽ ഔപചാരിക ചർച്ചകൾ നടത്തുകയും ചെയ്തു. വോൾസ്ബുർഗിൽ മാത്രം ഏകദേശം 15,000 ജോലികൾ അപകടത്തിലാണ്. ബാക്കിയുള്ള വെട്ടിക്കുറയ്ക്കലുകൾ ഫോക്സ് വാഗന്റെ ജർമ്മൻ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും വെട്ടിക്കുറയ്ക്കൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 20,000 പേർ ഇതിനകം കരാർ പ്രകാരം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ട്രക്ക് ബസ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയ ഫോക്സ് വാഗൻ അനുബന്ധ സ്ഥാപനമായ മാൻ നവംബറിൽ ജർമ്മൻ തൊഴിലാളികൾ 2,300 പേരെ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് രാജ്യത്തെ ജീവനക്കാരുടെ ഏകദേശം 20% പ്രതിനിധീകരിക്കും. കമ്പനി ഉൽപാദനം പോളണ്ടിലേക്ക് മാറ്റാനാണ് ഇവർ പദ്ധതിയിട്ടത്. കൂടാതെ 2030 പൂർത്തീകരണം ലക്ഷ്യമിട്ട് നേരത്തെയുള്ള വിരമിക്കൽ പോലുള്ള സ്വമേധയായുള്ള നടപടികളുടെ വെട്ടിക്കുറയ്ക്കൽ കൈവരിക്കുമെന്നും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊളോൺ പ്ലാന്റിൽ 1,000 വരെ ജോലികൾ നഷ്ടപ്പെടുമെന്ന് ഫോർഡ് സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ചു. പ്ലാന്റ് പ്രതിനിധി ഒരു ഷിഫ്റ്റ് മാത്രം പ്രവർത്തിക്കുന്നതിലേക്ക് മാറുന്ന ജനുവരിയിൽ പിരിച്ചുവിടൽ ആരംഭിച്ചെന്നും അറിയിച്ചു. ഒരു പ്രമുഖ ഓട്ടോമോട്ടീവ് വിതരണക്കാരായ ബോഷ് സെപ്റ്റംബറിൽ 13,000 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഭൂരിഭാഗവും അതിന്റെ ഓട്ടോമോട്ടീവ് യൂണിറ്റിനുള്ളിൽ. ഇത് ബോഷിന്റെ ജർമ്മൻ തൊഴിലാളികളുടെ ഏകദേശം 10% പ്രതിനിധീകരിക്കും. എന്നാൽ കൂടുതലുള്ള വെട്ടിക്കുറയ്ക്കലുകളുടെ സമയം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ജനറൽ വർക്ക്സ് കൗൺസിലുമായി IG മെറ്റൽ യൂണിയനുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് ZF ഫ്രീഡ്രിച്ച്ഹാഫൻ ഒക്ടോബറിൽ അവരുടെ ഇലക്ട്രിഫൈഡ് പവർ ട്രെയിൻ ടെക്നോളജി വിഭാഗത്തിൽ 7,600 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് നിർമ്മാണം, പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ് വ്യാവസായിക മേഖലകളിൽ വൈദഗ്ധ്യം നേടിയ ഒരു പ്രധാന ജർമ്മൻ കമ്പനിയാണ് ഇത്. മത്സരക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും നിർബന്ധിത പിരിച്ചുവിടലുകൾ ഒഴിവാക്കുന്നതിനുമുള്ള ലക്ഷ്യത്തോടെ പുനർനിർമ്മാണം 2030 പൂർത്തിയാക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ബ്രാൻഡംബുർഗിലെ ഗ്രൂൺഹൈഡിലുള്ള ടെസ്ലയുടെ ഗീഗാ ഫാക്ടറി ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്ത കഴിഞ്ഞ 2 വർഷത്തിനിടെ തങ്ങളുടെ തൊഴിൽ ശക്തിയിൽ ഏകദേശം 1,700 ജീവനക്കാരുടെ കുറവ് ഉണ്ടായി. 12,415 നിന്ന് 10,000-ഓളമായി കുറഞ്ഞു. ഔപചാരിക പിരിച്ചുവിടലുകളല്ല, സാധാരണ ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഇടിവിന് കാരണം. കഴിഞ്ഞ വർഷം മാർച്ചിൽ പ്രീമിയം കാർ നിർമ്മാതാക്കളായ ഔഡിയും 2029 ജർമ്മനിയിൽ 7,500 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് വെളിപ്പെടുത്തിയത്. വ്യോമയാനം കഴിഞ്ഞ സെപ്റ്റംബറിൽ ലുഫ്താൻസ 4,000-ലധികം ജോലികൾ, അതായത്
അതായത് തങ്ങളുടെ തൊഴിലാളികളുടെ ഏകദേശം 4% വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ വ്യോമയാന മേഖലയും സമ്മർദ്ദത്തിലാണ്. ഈ പിരിച്ചുവിടലുകളിൽ ഭൂരിഭാഗവും ജർമ്മനിയിലാണ് നടക്കുക. യൂറോവിംഗ്സ്, ഓസ്ട്രിയൻ, സ്വിസ്, ബ്രസൽസ് എയർലൈൻസ്, ITA എയർവേസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഗ്രൂപ്പിൽ ഉടനീളമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളുടെ ജോലികളെയാണ് ഇത് ബാധിക്കുന്നത്. 2030 ഇത് പൂർത്തിയാക്കുന്നത്. റീറ്റെയിൽ ആൻഡ് ഫുഡ് സെക്ടർ നോക്കിയാൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ചില്ലറ വ്യാപാരികൾ ഒരാളായ അൽഡി സ്യൂഡ് ജനുവരിയിൽ മാൻഹൈം ആൻഡ് റൂവറിലെ ആസ്ഥാനത്ത് 500 ജോലികളാണ് കുറച്ചത്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രധാനമായി അക്കൗണ്ടിംഗ്, HR, വാങ്ങൽ മേഖലകളിൽ ഈ പ്രക്രിയ കഴിഞ്ഞ വർഷം ആരംഭിച്ചതായും വരും വർഷങ്ങളിൽ തുടരുമെന്നും അറിയിച്ചു. അടുത്തത് സ്റ്റീൽ വ്യവസായമാണ്. പുനരുത്ഥാനത്തിനായി 11,000 ജോലികൾ ഇതിനകം സമ്മതിച്ചിട്ടുണ്ടെന്ന് തൈസൺ ഗ്രൂപ്പ് സ്റ്റീൽ യൂറോപ്പ് ജനുവരിയിൽ പ്രഖ്യാപിച്ചു. എന്നാൽ ഇനിയും 2,000 മുതൽ 3,000 വരെ ജോലികൾ നഷ്ടപ്പെടുമെന്നും യൂണിയൻ ഭയപ്പെടുന്നു. വെട്ടിക്കുറയ്ക്കൽ ഡ്യൂസൽഡോഫിലും ഡൂയിസ്ബർഗിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അടുത്തത് കെമിക്കൽ സെക്ടറാണ്. കെമിക്കൽ വ്യവസായത്തിലെ ഒരു പ്രധാന കമ്പനിയായ വാക്കർ ഷെമി നവംബറിൽ 1,500 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രസ്താവിച്ചു. പ്രധാനമായും ജർമ്മനിയിലുള്ള അവരുടെ തൊഴിലാളികളുടെ ഏകദേശം 10% 2027 അവസാനത്തോടെ പ്രക്രിയ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചത്. മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ പുനരുജ്ജീവന പരിപാടിയുടെ ഭാഗമായി ഗ്രൂപ്പിൽ ഉടനീളമുള്ള 600 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ആർട്ടൈലാണ് പറഞ്ഞത്. ജനുവരിയിൽ തൊഴിൽ നഷ്ടങ്ങളിൽ 2030 ആർട്ടൈലിൽ കൂടുതൽ ഉണ്ടാവുമെന്നും പറയുന്നു. കൊളോണിലെയും മറ്റിടങ്ങളിലെയും ജീവനക്കാരെ ബാധിക്കുന്ന മാറ്റങ്ങളാണ് ഇത്. എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ് മേഖലയിൽ 2 പ്രഖ്യാപനങ്ങൾ 2025 തുടക്കത്തിൽ നടത്തിയെങ്കിലും ജർമ്മനിയെ ബാധിക്കുന്ന നിലവിലെ തൊഴിൽ നഷ്ട തരംഗത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതിനാണ്, അതായത് സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ് എന്നിവയിലെ വലിയ പേരുകൾ ഉൾപ്പെടുന്ന കമ്പനി വരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ജർമ്മനിയിലെ ഡിജിറ്റൽ ഇൻഡസ്ട്രീസ് ഡിവിഷനിൽ നിന്ന് 2,750 ജോലികൾ വെട്ടിക്കുറച്ചു. ഇത് സീമെൻസ് ആണ് പ്രഖ്യാപിച്ചത്. അടുത്ത വെട്ടിക്കുറയ്ക്കൽ സമയം വ്യക്തമാക്കിയിട്ടില്ല. 2025 ശാഖകൾ അടച്ചുപൂട്ടാനും ജർമ്മനിയിൽ ഉടനീളം ബാങ്കുകൾ, അതായത് 2,000 ജോലികൾ വെട്ടിക്കുറയ്ക്കാനും ഡോയ്ച്ചെ ബാങ്കും വെളിപ്പെടുത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 3,900 ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതി കൊമേഴ്സ് ബാങ്കും വെളിപ്പെടുത്തി. അടുത്തത് ജർമ്മനിയിലെ സ്പോർട്സ് വെയർ ഭീമന്മാരായ അഡിഡാസും പിയൂമയുമാണ്. കൂടുതൽ പിരിച്ചുവിടലുകൾ ഇവർ തുടരുകയാണ്. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ അഡിഡാസ് 500 പിരിച്ചുവിടലുകളാണ് നടത്തിയത്. 2026 അവസാനത്തോടെ ഏകദേശം 900 തസ്തികകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പിയൂമയും ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ജർമ്മനിയിൽ പിരിച്ചുവിടലുകളുടെ കാലമാണ് 2026. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് കുടിയേറുന്ന, തൊഴിൽ തേടി കുടിയേറുന്ന എല്ലാവരും ഇത് ശ്രദ്ധിച്ചു വേണം എത്താൻ. ഒടുവിൽ ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഏജന്റുമാരുടെ വശീകരണത്തിൽപ്പെട്ട് ഇവിടെ വന്ന് ജോലി കിട്ടാതെ അലഞ്ഞു തിരിയേണ്ട ഒരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി.com സന്ദർശിക്കാൻ. നന്ദി, നമസ്കാരം.